വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഭരതനാട്യം സിനിമ. ഡയറക്ടർ ആൻഡ് റൈറ്റർ മുരളി കൃഷ്ണദാസ്, സിനിമാറ്റോഗ്രാഫി ബാബ്ലു അജു, പ്രൊഡ്യൂസേഴ്സ് ലിനി മറിയം ഡേവിഡ് ആൻഡ് സൈജു കുറുപ്പ്, പിന്നെ മറ്റു 3 പേരും കൂടി ഉണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ സൈജു കുറുപ്പ്, സായ് കുമാർ, കലാരഞ്ജിനി, ശ്രീജ രവി, ശ്രുതി സുരേഷ്, ദിവ്യ എം നായർ, മണികണ്ഠൻ പട്ടാമ്പി, സലീം ഹസൻ. പിന്നെ ഇവരെ കൂടാതെ കുറേ ആക്ടേഴ്സും ഈ സിനിമയിലുണ്ട്. ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഞാനിത് വേറൊരു രീതിയിലാണ് പറയാൻ പോകുന്നത്. കാരണം ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ സസ്പെൻസ് പൊട്ടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സിനിമ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. കാരണം ഇതൊരു സസ്പെൻസ് മൂവിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കഥ മനസ്സിലാക്കിയിട്ട് കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാനിത് മറ്റൊരു രീതിയിലാണ് പറയാൻ പോകുന്നത്. ഇതൊരു കുടുംബ കഥയാണ്. പക്ഷേ ഒരു സാധാരണ കുടുംബത്തിൻ്റെ കഥയല്ല, മറിച്ച് ഒരു അസാധാരണ കുടുംബത്തിൻ്റെ കഥയാണ്. അസാധാരണ കുടുംബമായതുകൊണ്ട് തന്നെ അസാധാരണമായ പ്രശ്നങ്ങളും അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഈ അസാധാരണ പ്രശ്നങ്ങളെ അവർ എങ്ങനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നു സമൂഹത്തിൻ്റെ മുമ്പിൽ, അതേപോലെ സ്വന്തം കുടുംബത്തിൽ, അതുപോലെ കുടുംബക്കാരുടെ ഇടയിൽ. അപ്പോൾ അതൊക്കെ ഇവർ എങ്ങനെ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു, എന്നിട്ട് അവസാനം ഇവർ അതിജീവിച്ചോ എന്നുള്ളതാണ് ഭരതനാട്യം എന്ന ഈ സിനിമ. ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള അസാധാരണ കുടുംബങ്ങൾ നമുക്കിടയിലും ഉണ്ട്. അവരാണ് ഈ സിനിമ പോയി കാണുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമയിൽ വരുന്ന ക്ലൈമാക്സ് പോലെ അവരുടെ കുടുംബത്തിലെ ആ അസാധാരണ പ്രശ്നവും അവർക്ക് അതിജീവിക്കാൻ സാധിച്ചാൽ അതൊരു നല്ല കാര്യമാണ്. അതേസമയം ഈ അസാധാരണ കുടുംബത്തെ കാണാൻ ഒരു സാധാരണ കുടുംബത്തിൽ, അതായത് നമ്മളൊക്കെയാണ് പോയി കാണുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു അസാധാരണ കുടുംബമായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും ഇതേപോലെയുള്ള അസാധാരണ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. അത് വളരെ വലിയൊരു ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കാൻ, അതായത് നമ്മളെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരു സിനിമയാണ് ഭരതനാട്യം. ഇതിൽ ഈ അസാധാരണ പ്രശ്നത്തെ ക്ലൈമാക്സിൽ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നതോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അത് ശരിയാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ സിനിമയിൽ അത് വേറെ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ശരിയായ ജീവിതത്തിലാണെങ്കിൽ കൊലപാതകം, വെട്ടുകുത്ത്, അതേപോലെ കോടതി കേസ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ളൊരു പ്രശ്നം നമുക്കുണ്ടായാൽ തീർച്ചയായിട്ടും അതൊരു ഒഴിയാബാധയായി മാറാനും സാധ്യതയുണ്ട്. ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് ചിലപ്പോൾ മോചനം നേടി തിരിച്ചു വരാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇനി ഇതിൽ അഭിനയിച്ചവരെ കുറിച്ച് പറയാം. ഇതിൽ സൈജു കുറുപ്പ് മുതൽ ഏറ്റവും ചെറിയ ആക്ടർ വരെ വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഒരാൾ നന്നായിട്ട് അഭിനയിച്ചു, മറ്റേയാൾ നന്നായിട്ട് അഭിനയിച്ചിട്ടില്ല എന്ന് പറയാനേ ആവില്ല. എല്ലാവരും അവരുടെ വേഷങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററുമായ മുരളി കൃഷ്ണദാസും അതേപോലെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായ സൈജു കുറുപ്പും തന്നെ ആയിരിക്കും. കാരണം ഇവർ ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും നന്നായിട്ട് ഈ ആക്ടേഴ്സിനൊക്കെ അഭിനയിക്കാൻ പറ്റിയത് എന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതിൽ ആദ്യം മുതൽ അവസാനം വരെയും നല്ല കോമഡിയാണ്. അതേപോലെ നമുക്ക് ലാഗ് അടിപ്പിക്കാത്ത വിധമാണ് ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാനൊരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഈ സിനിമ കണ്ടപ്പോൾ ഇതിലെ പോലെ അസാധാരണ കുടുംബം ഒന്നും ഭാവിയിലാകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഒരു തമാശ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. ഈ സിനിമയിൽ നമുക്ക് നൽകുന്ന ഒരു നല്ല ഗുണപാഠമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിലെ സായ് കുമാറിൻ്റെ ക്യാരക്ടറിനെ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ചെയ്യുന്ന ഒരു തെറ്റിനെ അദ്ദേഹം കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അദ്ദേഹം നൽകുന്ന ഉപദേശം, ആ ഡയലോഗാണ് ആ ഗുണപാഠം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ ആ തെറ്റ് ഒരു പന്താണെന്നിരിക്കട്ടെ, അതിനെ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മുക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന വരെ അത് അവിടെ ഇരിക്കുകയുള്ളൂ. കൈ എടുത്തു കഴിഞ്ഞാൽ മേലേക്ക് അങ്ങോട്ട് വരും. അതുപോലെ ആ തെറ്റുകൾ ഒരു ദിവസം മറ നീക്കി പുറത്തു വരും. അങ്ങനെ അത് മറ്റുള്ളവർ അറിയുമ്പോൾ നമ്മളെ പിന്നെ ആരും വില വയ്ക്കില്ല. മാത്രമല്ല നമ്മളെ പിന്നെ ഒരു പാഴ് വസ്തുവായിട്ട് കാണും.
ആ തെറ്റിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് പറ്റിയെന്നും വരില്ല. അപ്പോൾ ആ തെറ്റിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് ഓടി രക്ഷപ്പെടണമെന്ന് നമ്മൾ വിചാരിച്ചാലും നമുക്കത് സാധിച്ചെന്ന് വരില്ല. അതാണ് ഈ സിനിമ നൽകുന്ന ഗുണപാഠം. ഇതുപോലത്തെ കഥയുള്ള സിനിമ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനു മുമ്പൊരു ഫേമസ് ഹിറ്റ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലുള്ള കഥ പോലെയല്ല ഈ സിനിമയിലുള്ളത്. അതിൽ വേറെ രീതിയിലാണ് ഈ കഥ എടുത്തിരിക്കുന്നത്, ഇതിൽ വേറെ രീതിയിലാണ്. ആ സിനിമ എന്താണെന്ന് പോലും ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, അപ്പോഴേ നമുക്ക് സിനിമ കാണാൻ സുഖം ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലാകാതിരുന്നാൽ ഞാൻ നല്ല രീതിയിൽ ഈ വീഡിയോ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അസാധാരണ കുടുംബത്തിൽ ഉണ്ടാകുന്ന അസാധാരണ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഈ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു വ്യത്യസ്ത വിഷയമായിട്ട് എനിക്ക് തോന്നി, വ്യത്യസ്ത രീതിയിൽ എടുത്തിരിക്കുന്നതായിട്ട് തോന്നി. പിന്നെ കോമഡിയൊക്കെ ഫുൾ കോമഡി ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ നമുക്ക് കാണാം. പിന്നെ ഇതിൽ മാസ് BGM അതുപോലെ ആക്ഷൻ രംഗങ്ങൾ അതൊന്നുമില്ല. സാധാരണ ഇപ്പോൾ വാത്സല്യം സിനിമയൊക്കെ ഇല്ലേ, അതൊക്കെ എങ്ങനെയാണ്, അതിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളില്ലല്ലോ. ഒരു കുടുംബ സിനിമ, അതുപോലത്തെ നല്ലൊരു കുടുംബ സിനിമയാണ്. കുടുംബ കഥ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഫാമിലി ആയിട്ട് പോയി എല്ലാവരും കാണുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ എന്തായാലും അതുവഴി ഉണ്ടാകും. അപ്പോൾ ഭരതനാട്യം ഒരു അസാധാരണ കുടുംബത്തിൻ്റെ തെയ്യം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.